ഉത്തരകന്നഡയിലെ കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്ന് നദിയിലേക്ക് വീണ ട്രക്ക് പുറത്തെത്തിക്കാൻ ശ്രമം. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ട്രക്ക് പുറത്തെടുക്കുക. SDRF സംഘവും സഹായത്തിനുണ്ട്. കഴിഞ്ഞ 8-ാം തീയതിയാണ് കൊടിബാഗ് പാലം തകർന്നു വീണത്. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. AK അഭിലാഷ്, ഈശ്വർ മാൽപ്പെ ഗംഗാവലി പുഴയിലെ തെരച്ചിലിന് ഇന്ന് അവധിയാണ്. പക്ഷേ മാൽപ്പയ്ക്ക് അവധിയില്ല. മാൽപ്പെ മറ്റൊരു ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിക്കാനുള്ള യാത്രയിലാണ്. എന്തൊക്കെയാണ് അഭിലാഷ് അവിടെ കാണുന്നത്? സുജിയ, കഴിഞ്ഞ 8-ാം തീയതിയാണ് ഈ കാളി നദിക്ക് കുറുകെ ദേശീയപാതയിലെ കൊടിബാഗ് എന്ന് പറയുന്ന ഈ പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണിരിക്കുന്നത്. 2 പാലങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലൊരു പാലമാണ് തകർന്നത്. ഏതാണ്ട് 40 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പാലമാണ്. കനത്ത മഴയുണ്ടായിരുന്നു അന്ന്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു ട്രക്കാണ് ഈ പുഴയുടെ ആ ഭാഗത്തേക്ക് വീണിരിക്കുന്നത്. ആ ഭാഗത്തു നിന്നും മത്സ്യത്തൊഴിലാളികൾ ആ ട്രക്കിലെ ഡ്രൈവറെ അന്ന് ജീവനോടെ തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ ട്രക്ക് പുറത്തെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ അടക്കമുള്ള സംഘങ്ങൾ ആ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. പ്രത്യേകിച്ച് ഗംഗാവാലി പുഴയിലെ ഇന്ന് തെരച്ചിലിന് അവധി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ തെരച്ചിൽ വേണ്ട, നാളെ മുതൽ തെരച്ചിൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. ആ ഒരു ഇടവേളയിലാണ് ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളും കൂടി ചേർന്ന് ഇപ്പോൾ ഈ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ആ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഈശ്വർ മാൽപ്പയും 2 ഡ്രൈവർമാരും കൂടിയാണ് ഇപ്പോൾ പുഴയുടെ ഈ കാളി നദിയുടെ പുഴയുടെ അടിഭാഗത്തേക്ക് ഊടിയിട്ടിരിക്കുന്നത്. അതായത് ട്രക്ക് ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ അല്പസമയങ്ങൾക്കകം തന്നെ ട്രക്ക് ഹൂക്ക് ചെയ്ത് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക. ഇപ്പോൾ അതിനാവശ്യമായ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസും NDRFിൻ്റെയും ഒക്കെ സഹായവും ഈ ഭാഗത്തുണ്ട്. പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഈ ദേശീയപാതയിൽ 40 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പാലം ഇപ്പോഴും അത് ഗതാഗതത്തിൽ തുറന്നു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായും ഈ മഴയത്ത് പോലും, ശക്തമായ മഴ ഉണ്ടാകുന്ന സമയത്ത് പോലും അപകടകരമായ രീതിയിലുള്ള ഒരു പാലം തുറന്നു കൊടുക്കുന്നു. ഒരു പക്ഷേ ഒരു ട്രക്ക് മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം എന്നുള്ളതാണ്. അത് എങ്കിൽ പോലും ആ ട്രക്ക് ഒരു അർദ്ധരാത്രി 2 മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത്. എന്തുകൊണ്ട് തന്നെയാണ് ഒരു ട്രക്ക് മാത്രമായി, അതായത് ദേശീയപാതയിൽ വലിയ തരത്തിൽ ഗതാഗത തിരക്കുള്ള ഒരു പാത കൂടിയാണിത്. അത്തരം ഒരു പാതയിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പാലം തുറന്നു കൊടുത്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഏതായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ വശത്തിലേക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഈ ക്രെയിൻ എത്തിച്ചിട്ടുണ്ട്. ആ ക്രെയിനിൽ നിന്നുള്ള കേബിളുകൾ ഈ പുഴയുടെ മധ്യഭാഗത്ത് ഏതാണ്ട് 400 മീറ്ററോളം നീളമുണ്ട്. ആ ഭാഗത്തേക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടേക്ക് ഇപ്പോൾ കേബിൾ വലിച്ചിട്ടുണ്ട്. ആ കേബിളിൽ ആ ട്രക്ക് ഹൂക്ക് ചെയ്തതിന് ശേഷം കരയിലേക്ക് വലിച്ചടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും, അത്തരത്തിലൊരു ദൗത്യമായിരിക്കും ഇപ്പോൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ NDRFിൻ്റെയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുമൊക്കെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. NDRF പുഴയിൽ എല്ലാ സഹായവുമായി അവിടെയുണ്ട്. ഏതായാലും മത്സ്യത്തൊഴിലാളികളുടെ സന്ദർഭോചിതമായ ഇടപെടലിനെ തുടർന്നാണ് അന്നത്തെ ട്രക്കിലെ ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ആഴമുള്ള പുഴയാണ്, വലിയ ഒഴുക്കുള്ള പുഴയാണ്. ഈ പുഴയിലാണ് അന്ന് 8-ാം തീയതി ഈ ട്രക്ക് വീണത്. അതും ദേശീയപാതയിലെ ഒരു പ്രധാന പാലം ഇടിഞ്ഞു വീണാണ് ഇത്തരത്തിലുള്ള അപകടമുണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടിയാണ്. സുജിയ. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ട്രക്ക് പുറത്തെടുക്കാനുള്ള ദൗത്യത്തിലാണ് നിൽക്കുന്നത്. അഭിലാഷ്, ഈ ട്രക്ക് പുറത്തെടുക്കുന്നതിന്, അതായത് അവിടെയുള്ള അപകട സ്ഥലത്ത് രക്ഷകരായി എത്തിയത് നേരത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. പാലം തകർന്ന ട്രക്ക് പുഴയിൽ വീഴുമ്പോൾ ആ ഡ്രൈവറെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. 8-ാം തീയതി ഈ പാലം തകർന്നു വീണതിന് ശേഷം ഈ ട്രക്ക് കരക്കെടുക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നോ, അതോ ഇപ്പോഴാണോ അത് തുടങ്ങുന്നത്? കാരണം ഈ പുഴയിൽ വലിയ തരത്തിലുള്ള ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നില്ല. പ്രധാനമായും ഈ ട്രക്കിലെ ഡ്രൈവറെ അന്ന് ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ട്രക്ക് പുറത്തെത്തിക്കുക എന്നുള്ളത് അത്ര പെട്ടെന്ന് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ വൈകുകയും ചെയ്തത്. ഇപ്പോൾ ഏതായാലും പുഴയുടെ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഒഴുക്കും കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ മുങ്ങി ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈശ്വർ മാൽപ്പെ ഒരു ദിവസം ഇടവേള
കിട്ടിയപ്പോൾ, അതായത് ഈശ്വർ മാൽപ്പെ ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്ന സമയമാണ്. അതായത് ഷിരൂരിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഏതാണ്ട് ഒരു 30-35 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇവിടെയുള്ള ഈ കാളി നദിക്ക് കുറയുള്ള ഈ പാലത്തിലേക്കുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇടവേള കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഇങ്ങോട്ട് വരാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഈ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ NDRFിൻ്റെ സംഘവും ഒരുക്കാമെന്ന് ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈശ്വർ മൽപ്പയും അദ്ദേഹത്തോടൊപ്പമുള്ള 6 സംഘാംഗങ്ങളും ചേർന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം 2 ഡ്രൈവർമാർ കൂടെയുണ്ട്. അവർ കൂടി ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂർ നേരമായി അവിടെ പുഴയിൽ ഇറങ്ങിയിട്ട് ഈ ദൗത്യം ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് ഈശ്വർ മാൽപ്പയുമായി നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം പുഴയിൽ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്ന സാഹചര്യം, ആഴമുണ്ടെങ്കിൽ പോലും അഭിലാഷ് ഇപ്പോൾ നിൽക്കുന്നത് ഏത് ഭാഗത്താണ്? അഭിലാഷ്, നമുക്ക് ആ സ്ഥലത്തിന്റെ പ്രത്യേകത കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. കാളി നദിയിലെ പാലമാണ്, കടകയിലാണ് കാളി നദിയിലെ ഈ പാലം തകർന്നു വീണത്. 8-ാം തീയതി പുലർച്ചെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. ഡ്രൈവറെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഡ്രൈവർ ട്രക്കിന് മുകളിലേക്ക് വരികയാണ് ഈ അപകടം ഉണ്ടായപ്പോൾ ഉണ്ടായത്. അഭിലാഷ്, ഇതിപ്പോൾ സദാശിവഗഡ്, നമുക്ക് ആ പാലത്തിന്റെ പഴയ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വിനേഷ് കുഞ്ഞിരാമൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പാലം 41 വർഷം പഴക്കമുള്ള പാലമാണ്. അതിൽ ചില ഭാഗങ്ങളൊക്കെ പഴകി നിൽക്കുന്നത് അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാർവാറിനെയും സദാശിവഗഡിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ഈ പാലമാണ് പുലർച്ചെ 1:30, 8-ാം തീയതി പുലർച്ചെ 1:30 തകർന്നു വീണത്. ആ പാലത്തിന്റെ അപകടാവസ്ഥ വ്യക്തമാകുന്നതാണ് പഴയ ദൃശ്യങ്ങൾ. ആ അപകടാവസ്ഥയിലായിരിക്കുന്ന വശങ്ങളൊക്കെ അപകടാവസ്ഥയിലായിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പാലത്തിന്റെ സ്ഥിരത, ഒപ്പം സുരക്ഷ, അതേക്കുറിച്ചൊക്കെയുള്ള ആശങ്കകൾ ഉയർത്തുന്ന തരത്തിലാണ് അത് തകർന്നു വീണിരിക്കുന്നത്. ആ പാലത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം അഭിലാഷ്. തീർച്ചയായിട്ടും ആ പാലത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. കാരണം പുതിയൊരു പാലം അവിടെ പണിതിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന 41 വർഷത്തെ പഴക്കമുണ്ടായിരുന്ന ആ പാലം തകർന്നു വീഴാൻ ഇടയായ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിലവിലുള്ള ദേശീയപാതയിലെ പാലം ഏത് തരത്തിൽ സുരക്ഷിതമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ പരിശോധിക്കുന്നില്ല. വലിയ തരത്തിലുള്ള വീഴ്ച, ഇത്തരത്തിൽ അപകടത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു വീഴ്ചയാണ് അത് എന്ന് വേണം പറയാൻ. ഏതായാലും ദേശീയപാത 66 പ്രധാനപ്പെട്ട റോഡാണിത്. ആ റോഡിലെ പ്രധാനപ്പെട്ട ഒരു പാലം കൂടിയാണിത്. ഇത്രയും അപകടകരമായ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് ട്രക്കുകളാണ് ഈ റോഡിലൂടെ പോകുന്നത് എന്നുള്ളതാണ്. കാരണം കേരളത്തിലേക്ക് അടക്കമുള്ള ട്രക്കുകൾ, ബോംബെയിൽ നിന്ന് വരുന്ന ട്രക്കുകൾ, ഗോവയിൽ നിന്ന് വരുന്ന ട്രക്കുകളൊക്കെ വരുന്ന വഴിയാണിത്. അതുകൊണ്ട് തന്നെ വലിയ ഭാരവാഹനങ്ങൾ കൂടി പോകുന്ന ഇത്തരം ഈ പാലത്തിലൂടെ, ഈ അപകടകരമായ അവസ്ഥയിലുള്ള പാലത്തിലൂടെ അത് തുറന്നു കൊടുത്തു എന്നുള്ളത് ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഷിരൂരിലൊക്കെ നമ്മൾ കണ്ടു മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങൾ, ദേശീയപാതയുടെ നിർമ്മാണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു. എത്രത്തോളം സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടാണ് ദേശീയപാതയുടെ നിർമ്മാണം എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന കൂടിയാണ് നിലവിലുള്ള പാലം എത്രത്തോളം സുരക്ഷിതമാണ്, അത് പരിശോധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ ഒരു വ്യക്തത ഇക്കാര്യത്തിലൊക്കെ വരേണ്ടതുണ്ട്. കാരണം ഇത്രയും ആളുകൾ, ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയിലെ പാലം പോലും സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാനുള്ള ക്രമീകരണങ്ങൾ പോലും നമുക്കില്ല എന്നുള്ള വലിയൊരു ചോദ്യം ചിഹ്നമാണ് ഇവിടെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ഈ പാതയിൽ, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക്, ഈ ഭാഗമാണ് കാർവാർ എന്ന് പറയുന്ന ഒരു ഭാഗം. ആ ഭാഗത്തിന്റെ അപ്പുറത്ത്, അതായത് ഈ പഴയ പാലം, അഭിലാഷ്, നമുക്കറിയേണ്ടത് ഈ പഴയ പാലം, ഈ തകർന്നു വീണ പഴയ പാലം ഗോവ ബൗണ്ട്, അതായത് അങ്ങനെയുള്ള ഒരു ട്രാഫിക്കിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. പുതിയ പാലം ഇപ്പുറത്തേക്കുള്ള ഗതാഗതത്തിനുമായി ക്രമീകരിച്ചിരുന്നതാണ്. ഈ പുതിയ പാലം നിർമ്മിച്ചിട്ട് ഇപ്പോൾ എത്ര കാലമായി? ദേശീയപാത വികസനവുമായി വളരെ കുറച്ച് കാലം മുമ്പ് മാത്രമാണ് ഈ പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4 വരി പാതയാണ്. ഈ 2 വശങ്ങളിലേക്കും പോകുന്ന വഴികളാണ്. ഓരോ പാലത്തിലൂടെ മാത്രമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴി ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഒരു വശത്തേക്കുള്ള പാലമാണ്. അതായത് ഇപ്പോൾ ഗോവയിൽ നമ്മുടെ ഭാഗത്തേക്ക് കാർവാറിലേക്ക് പോകുന്ന ആ പാലമാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. അതിന് എതിർവശത്തേക്കുള്ള പാലമാണ് പുതിയ പാലം. അതിന് യാതൊരു കേടുപാടുമുള്ള ആ പുതിയ പാലമാണ്. പക്ഷേ ഈ പുതിയ പാലം നിർമ്മിച്ചപ്പോൾ പോലും പഴയ പാലത്തിന്റെ സ്ഥിതി എന്താണ്, അത് സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം പാലത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പരിശോധിച്ചാൽ പോലും നമുക്ക് കാണാൻ കഴിയും പാലം പല ഭാഗത്തും. അഭിലാഷ്, ഇനിയിപ്പോൾ നമുക്ക് ഉത്തരകന്നഡ കളക്ടർ ലക്ഷ്മി പ്രിയ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇപ്പോൾ, സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ഇപ്പോൾ കളക്ടറുടെ മുന്നിൽ എത്തിക്കാണും. ഈ പുതിയ പാലത്തിലെ ഗതാഗതം കഴിഞ്ഞ ദിവസം നിർത്തിവെച്ചിരുന്നു. അതിനുശേഷമാണ് ഭാരവാഹനങ്ങൾ ഒഴികെയുള്ളവ കടന്നു പോകാനൊക്കെ അനുവദിച്ചത്. ഈ പുതിയ പാലത്തിന്റെ സ്ഥിരത അതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം നാളത്തെ തെരച്ചിലിന്റെ വിവരങ്ങൾ അതൊക്കെ ശേഖരിച്ചോളൂ. വീണ്ടും
ഷിരൂരിലെത്താം നമുക്ക് അഭിലാഷിലേക്ക്. നാളെയാണ് ഷിരൂരിൽ അർജുന്റെ ട്രക്ക് തേടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നത്. ഉത്തര കന്നഡ ജില്ലയിൽ തന്നെയുള്ള കാളി നദിയിലെ കാർവാർ സദാശിവഗഡ് ട്രാഫിക്കിനായി ഉപയോഗിച്ചിരുന്ന പഴയ പാലമാണ് തകർന്നു വീണത്. 41 വർഷം പഴക്കമുണ്ട് ആ പാലത്തിന്. അതിന്റെ ദുർബലാവസ്ഥ എത്രയാണ് എന്ന് വ്യക്തമാക്കുന്ന പഴയ ചിത്രവും പ്രേക്ഷകർ കണ്ടു.